ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലാസ് 9 മാത്സ് സെക്കൻഡ് ചാപ്റ്റർ ന്യൂ നമ്പേഴ്സ് അതിലെ പേജ് നമ്പർ 26 പ്രോബ്ലംസ് ആണ്. അപ്പോൾ അതിലൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. തേർഡ് പ്രോബ്ലം ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അതിൽ കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ സ്ക്വയേഴ്സ് ആൻഡ് ദ ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്സ് ഇൻ ഈച്ച് ഓഫ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. അതായത് ഈ താഴെ തന്നിരിക്കുന്ന ഈ ഫിഗറുകളിൽ ഈ പച്ച കളറിൽ കൊടുത്തിട്ടുള്ള സ്ക്വയേഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഏരിയകളാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഈ സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്കറിയാം സൈഡ് ഇൻറ്റു സൈഡ് ആണല്ലേ. പക്ഷേ ഇവിടെ സ്ക്വയറിൻ്റെ സൈഡൊന്നും നമുക്ക് തന്നിട്ടില്ല. ആകെ കൂടെ തന്നിരിക്കുന്നത് ഈ ട്രയാങ്കിളുകളുടെ ഈ സൈഡുകളിൽ വരുന്ന മെഷർമെൻറ്റ്സ് ആണ്. അതുപോലെ ഇവിടെ 2 ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഇവിടെ 3 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഇവിടെ 4 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ സൈഡ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഈ ഗ്രീൻ സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ അതാണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലത്തിൻ്റെ അതേ ഒരു സ്റ്റെപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇതും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിലാദ്യം നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ട്രയാങ്കിൾ ഉണ്ടല്ലോ, ഈ ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഈ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാം. ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണല്ലോ ഈ സൈഡ് എന്ന് പറയുന്നത്. ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്, ഇത് ബേസ് ആണ്, ഇത് ഓൾട്ടിറ്റ്യൂഡാണ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ അല്ലേ. അപ്പോൾ ഈ ഫിഗറിൽ ഫസ്റ്റ് ട്രയാങ്കിൾ നോക്കിക്കേ. ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ബേസ് എത്രയാണ്? ബേസ് നമുക്ക് 1 ആണ് അല്ലേ. അപ്പോൾ 1 സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് എത്രയാണ്? 1 തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 1 സ്ക്വയർ വീണ്ടും. അപ്പോൾ h is equal to root of 1 plus 1 that is equal to root 2. ഓക്കെ. അപ്പോൾ ഈ റൂട്ട് 2 എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്. അതായത് ഇവിടെ റൂട്ട് 2, ഇവിടെയാണ് നമുക്ക് റൂട്ട് 2 വരുന്നത്. ഇനി ഈ റൂട്ട് 2 കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സൈഡല്ലേ, ഇത് നെക്സ്റ്റ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ് അല്ലേ. അപ്പോൾ അടുത്ത റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ 2 സൈഡുകൾ ഇപ്പോൾ നമുക്ക് കിട്ടി. ഓൾട്ടിറ്റ്യൂഡ് റൂട്ട് 2 എന്നും കിട്ടി, ബേസ് 1 മീറ്റർ എന്നും കിട്ടി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിച്ചൂടെ? അപ്പോൾ അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ഇത് ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ആണ്, ഇത് നമ്മുടെ സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ. ഓക്കെ. അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ, അത് 1 തന്നെയാണ് അല്ലേ, പ്ലസ് ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ എത്രയാണ്? ഇവിടുത്തെ ഓൾട്ടിറ്റ്യൂഡ് എത്രയാണ്? റൂട്ട് 2 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. ആ റൂട്ട് 2ൻ്റെ സ്ക്വയർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളത് ചെയ്യുമ്പോൾ h is equal to റൂട്ട് ഓഫ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. റൂട്ട് 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 അല്ലേ. നമ്മൾ പറഞ്ഞിരുന്നു ഒരു റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 അതേ നമ്പറിൻ്റെ റൂട്ട് തന്നെയാണെങ്കിൽ അത് 2 ആവും. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് റൂട്ട് 3 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഈ സൈഡാണ് ഈ ഹൈപ്പോട്ടന്യൂസ് റൂട്ട് 3 എന്ന് കിട്ടി. ആ റൂട്ട് 3 തന്നെയല്ലേ ഈ സ്ക്വയറിൻ്റെ ഒരു സൈഡ് അല്ലേ. അപ്പോൾ സൈഡ് ഓഫ് ദ സ്ക്വയർ എന്ത് കിട്ടി? സൈഡ് ഓഫ് ദ സ്ക്വയർ നമുക്ക് എന്ത് കിട്ടി? സൈഡ് ഓഫ് ദ സ്ക്വയർ നമുക്ക് റൂട്ട് 3 എന്ന് കിട്ടി. ഇനി നമുക്കതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചൂടെ? ഏരിയ ഇസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? നമ്മൾ ഏരിയ കാണാനായിട്ട് സൈഡ് ഇൻറ്റു സൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ സൈഡ് റൂട്ട് 3 ആണ് അല്ലേ. അതായത് റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഏരിയയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 3 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടുന്നത്. ഓക്കെ. അടുത്ത നമുക്ക് കാണാനുള്ളത് സെക്കൻഡ് ഫിഗർ. അതിൽ ഇവിടെ 2 ട്രയാങ്കിളേ ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ 3 ട്രയാങ്കിൾ ഉണ്ട്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഈ ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ കണ്ടുപിടിക്കാം. അതായത് ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ആണെങ്കിൽ എങ്ങനെ കാണാം? h എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ h is equal to അതിൻ്റെ 2 സൈഡും 1 ആണ് അല്ലേ. അപ്പോൾ റൂട്ട് ഓഫ് അതായത് ബേസും 1 ആണ്, ഓൾട്ടിറ്റ്യൂഡും 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് ഓഫ് 1 പ്ലസ് 1 അതായത് റൂട്ട് 2 എന്ന് കിട്ടും അല്ലേ. നമ്മൾ നേരത്തെ ചെയ്ത അതേ ഈ ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ അതേ മെഷർമെൻറ്റ് തന്നെയാണ് ഇവിടെയും കിട്ടുക. കാരണം വ്യത്യാസമൊന്നുമില്ല, 1ഉം 1ഉം തന്നെയാണ്, ഇവിടെയും 1ഉം 1 തന്നെയായിരുന്നു. അപ്പോൾ അടുത്ത് നമുക്ക് ഇത് കാണാതെ തന്നെ പറയാം അല്ലേ. ഇവിടെ നമുക്ക് കിട്ടി സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ പോലെ തന്നെയായിരിക്കും ഇവിടെയും കിട്ടുക. കാരണം എന്താണ്? ഇവിടെ നമുക്കിപ്പോൾ റൂട്ട് 2 കിട്ടിയല്ലോ.
ഇനി ഈ റൂട്ട് 2ഉം 1ഉം വെച്ചിട്ട് വേണം നമ്മളിവിടെ ചെയ്ത അതേപോലെ തന്നെ സെക്കൻഡിൻ്റെ ഇവിടുത്തെ സെയിം ആയിരിക്കും. അപ്പോൾ ഇത് ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ആണ്. ഇനി ഇവിടുത്തെ സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ നമ്മൾ h is equal to root of b square plus a square is equal to നമുക്ക് എന്ത് കിട്ടും? റൂട്ട് ഓഫ് ഇവിടുത്തെ ബേസ് എത്രയാണ്? 1 ആണ്. 1ൻ്റെ സ്ക്വയർ പ്ലസ് റൂട്ട് 2 ആണ് അവിടുത്തെ ഓൾട്ടിറ്റ്യൂഡ് അല്ലേ? ഇത് ഈ സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് റൂട്ട് 2 ആണ്, അതിൻ്റെ സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? h is equal to റൂട്ട് ഓഫ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെ, പ്ലസ് റൂട്ട് 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 അല്ലേ? അപ്പോൾ റൂട്ട് 1 + 2 എത്രയാണ്? 3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇത് റൂട്ട് 3 എന്ന് കിട്ടി. ഓക്കെ, ഈ സ്റ്റെപ്പ് വരെ നമ്മൾ ഇവിടെ സെയിം ചെയ്തതാണ്. ഓക്കെ, ഇവിടെ ഒരു എക്സ്ട്രാ ട്രയാങ്കിൾ വന്നു എന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ അടുത്ത ട്രയാങ്കിൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് എത്ര എടുക്കണം? ഇപ്പോൾ നമുക്ക് കിട്ടിയ റൂട്ട് 3 എടുക്കണം. ഓക്കെ, അത് ക്ലിയർ അല്ലേ? ഇത് സിമ്പിളാണ്, ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അതായത് ഇവിടെ റൂട്ട് 2 റൂട്ട് 3 അടുത്ത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, റൂട്ട് 4 ആണ് കിട്ടുക അല്ലേ? പക്ഷെ നമുക്കത് ചെയ്ത് നോക്കാം. തേർഡ് ട്രയാങ്കിളിൻ്റെ എങ്ങനെയാണ്? h is equal to root of b square plus a square തന്നെയാണ് അല്ലേ? അപ്പോൾ അതിൽ പക്ഷെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതിൽ നമ്മൾ ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് ബി സ്ക്വയറിന് പകരം ഇവിടെ 1 തന്നെയാണ് അല്ലേ? ഇതിൻ്റെ ബേസും 1 തന്നെയാണ്, ഈ തേർഡ് ട്രയാങ്കിളിൻ്റെ 1 തന്നെയാണ്. അപ്പോൾ 1 സ്ക്വയർ പ്ലസ് അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് എത്രയാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്? ഇതാണ് അടുത്ത ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് വരുന്നത്. അതായത് ഈ ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നതായിരിക്കും ഈ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് അടുത്ത ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് വരുന്നത്. ഈ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് അടുത്ത ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് വരുന്നത്. അങ്ങനെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 1 സ്ക്വയർ പ്ലസ് a സ്ക്വയറിൻ്റെ അവിടെ നമുക്ക് എന്ത് എഴുതാം? റൂട്ട് 3യുടെ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഇതെന്ത് ആൻസർ കിട്ടും? റൂട്ട് ഓഫ് 1 + 3 റൂട്ട് 3യുടെ സ്ക്വയർ 3 തന്നെ അല്ലേ? അപ്പോൾ കണ്ടോ, നമുക്ക് റൂട്ട് 4 എന്ന് കിട്ടി. അപ്പോൾ റൂട്ട് 4 ആണ് ഇതിൻ്റെ ഈ സൈഡ് വരുന്നത്. ആ റൂട്ട് 4 എന്ന് പറയുന്നതാണ് അപ്പോൾ എന്ത്? സൈഡ് ഓഫ് എ സ്ക്വയർ അല്ലെങ്കിൽ ദിസ് സ്ക്വയർ. ഈ സ്ക്വയറിൻ്റെ സൈഡ് റൂട്ട് 4 ആണ്. അത് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഏരിയ കാണണം. ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി? സൈഡ് ഇൻറ്റു സൈഡ് ചെയ്താൽ മതി. അതായത് ഇപ്പോൾ സൈഡ് കിട്ടിയല്ലോ റൂട്ട് 4 എന്ന്, ആ റൂട്ട് 4 ഇൻറ്റു റൂട്ട് 4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 4 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഒരു റൂട്ട് 4 ഇൻറ്റു റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 4 ആയിരിക്കും അല്ലേ? റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 2 ആയിരിക്കും. റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 3 ആയിരിക്കും. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ റൂട്ട് 4 ഇൻറ്റു റൂട്ട് 4 4 ആണ്, 4 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഏരിയ നമുക്ക് 4 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് അടുത്ത ഫിഗർ നോക്കാം. അടുത്തത് നമ്മുടെ തേർഡ് ഫിഗറിൽ ഒരു ട്രയാങ്കിളും കൂടിയിട്ടുണ്ട്. ഇവിടെ 2 എണ്ണമായിരുന്നു, ഇവിടെ 3 എണ്ണമായി, ഇവിടെ 1 2 3 4 ആയി. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ നമുക്ക് എന്ത് കിട്ടും? ഇനി ഞാൻ ഈ സ്റ്റെപ്പ് എഴുതണ്ടല്ലോ. ഫസ്റ്റ് ട്രയാങ്കിളിൽ നമുക്ക് ഇവിടെ എന്താ കിട്ടുക? റൂട്ട് 2 എന്ന് കിട്ടും അല്ലേ? സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ റൂട്ട് 3 എന്ന് കിട്ടും. തേർഡിൻ്റെ റൂട്ട് 4 എന്ന് കിട്ടും. അടുത്ത എന്ത് കിട്ടും? നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, റൂട്ട് 5 എന്നാണ് കിട്ടുക. പക്ഷെ എന്നാലും നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ റൂട്ട് 2 ആണ് ഓൾട്ടിറ്റ്യൂഡ് കിട്ടുന്നത്, അത് ഞാൻ അങ്ങനെ എഴുതിയിട്ടുണ്ട്. സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് റൂട്ട് 3 എന്ന് കിട്ടും. ഇത് ഈ സെയിം സ്റ്റെപ്സാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാനിവിടെ എഴുതാത്തത്. തേർഡ് ട്രയാങ്കിളിൻ്റെ നമുക്ക് റൂട്ട് 4 എന്ന് കിട്ടും. അതുവരെ നമുക്കിതാ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നില്ല. നിങ്ങൾ എഴുതുമ്പോൾ ഈ സ്റ്റെപ്സൊക്കെ ഇതിലും എഴുതണം. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മുടെ ഫോർത്ത് ട്രയാങ്കിൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഓൾട്ടിറ്റ്യൂഡാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഇതിൻ്റെ അപ്പോൾ ഇവിടെ ഈ ഹൈപ്പോട്ടന്യൂസാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഓൾട്ടിറ്റ്യൂഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് റൂട്ട് 4. അപ്പോൾ ഇവിടുത്തെ ഓൾട്ടിറ്റ്യൂഡ്, അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എന്താണ്? റൂട്ട് ഓഫ് ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ h is equal to റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്താ? ബേസ് എപ്പോഴും 1 തന്നെയാണ്. ഇതിൻ്റെ ഒക്കെ ബേസ് 1 തന്നെയാണ്, അതൊന്നും ഒരു മാറ്റവും. ഓക്കെ, അപ്പോൾ ബേസ് നമുക്ക് 1 ആണ്, അതുകൊണ്ട് 1 സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് എത്രയാണ്? നമുക്കിപ്പോൾ ലാസ്റ്റ് ട്രയാങ്കിൾ ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും അടുത്ത ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡായിട്ട് വരിക. അപ്പോൾ ഇതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ്, അതായത് ഫോർത്ത് ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് ഈ റൂട്ട് 4 ആയിരിക്കും, അതായത് തേർഡ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് 4ൻ്റെ സ്ക്വയർ എന്ന് കിട്ടും. അതായത് h is equal to റൂട്ട് ഓഫ് 1 പ്ലസ് റൂട്ട് 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 4 തന്നെ. അപ്പോൾ h is equal to നമുക്ക് എന്ത് കിട്ടും? റൂട്ട് 5 എന്ന് കിട്ടും. ഓക്കെ,
അപ്പോൾ ഈ √5 ആണ് എന്ത് ഈ ഹൈപ്പോട്ടന്യൂസ്. അത് തന്നെയാണ് ഈ സ്ക്വയറിൻ്റെ ഈ സൈഡ് എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ സൈഡ് ഓഫ് സ്ക്വയർ എന്ത് കിട്ടി? സൈഡ് ഓഫ് ദ സ്ക്വയർ നമുക്ക് എന്ത് കിട്ടി? 5√5 അല്ലേ, സോറി √5 എന്ന് കിട്ടി, √5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി അതിൻ്റെ ഏരിയ കാണണ്ടേ? ഏരിയ ഈസ് ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ. സൈഡ് ഇൻറ്റു സൈഡ് എന്ന് പറയുമ്പോൾ ഇവിടെ സൈഡ് എത്രയാണ്? √5. √5 ഇൻറ്റു √5 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ 5 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നും കിട്ടും ഏരിയ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ 3 സ്ക്വയറിൻ്റെയും സൈഡുകളും ഏരിയയും കണ്ടുപിടിച്ചു. അപ്പോൾ ഇതിൻ്റെ √3 ആണെങ്കിൽ ഇവിടെയൊക്കെ √3 വരും. അത് പിന്നെ പ്രത്യേകിച്ച് എഴുതേണ്ട ആവശ്യമില്ല അല്ലേ. ഇവിടെയാണെങ്കിൽ ഈ സൈഡ് നമുക്ക് √4 അല്ലേ കിട്ടിയത്. അപ്പോൾ ഇതും ഒക്കെ √4 തന്നെയാണ്. √4 ഇൻറ്റു √4 ചെയ്യുമ്പോഴാണ് 4 കിട്ടുന്നത്. ഇവിടെ √3 ഇൻറ്റു √3 ചെയ്യുമ്പോഴാണ് നമുക്ക് 3 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നുള്ള ഏരിയ കിട്ടുന്നത്. ഇവിടെയോ? ഇവിടെ നമ്മുടെ ലാസ്റ്റ് ഹൈപ്പോട്ടന്യൂസ് √5 ആണ്, അതാണ് ഇതിൻ്റെ സൈഡ്. അപ്പോൾ ഇതും √5, ഇതും √5, ഇതും √5. ഓക്കെ, ഇനി √5 ഇൻറ്റു √5 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 5 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ കിട്ടി. അപ്പോൾ ഇതാണ് 3 സ്ക്വയറുകളുടെ ഏരിയ. അത് ഈ ഒരു മെത്തേഡിലാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾക്ക് തന്നെ ഊഹിച്ച് പറയാവുന്നതേ ഉള്ളൂ. ഇവിടെ ഇനിയിപ്പോൾ ഇവിടെ 1, 2, 3, 4 ട്രയാങ്കിളാണ് അല്ലേ. അഞ്ചാമത്തെ ഒരു ട്രയാങ്കിൾ വന്നാൽ എന്തായിരിക്കും? അഞ്ചാമത്തെ ഒരു ട്രയാങ്കിൾ വന്നാൽ ആ ട്രയാങ്കിളിൻ്റെ സൈഡ് എത്രയായിരിക്കും? √6 ആയിരിക്കും. അപ്പോൾ √6 ഇൻറ്റു √6 6 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ആ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് എത്ര തന്നാലും നമുക്കത് ഈസി ആയിട്ട് കാൽക്കുലേറ്റ്, ഇങ്ങനെ 2 എണ്ണം ചെയ്യുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു ടെക്നിക്ക് മനസ്സിലാവും, അതിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പേജ് നമ്പർ 26 4th ക്വസ്റ്റ്യൻ. ഫൈൻഡ് 3 fractions greater than √2 ആൻഡ് ലെസ് ദാൻ √3. അതായത് നമുക്ക് 3 ഫ്രാക്ഷൻസ് കണ്ടുപിടിക്കണം. 3 ഫ്രാക്ഷൻസ് എങ്ങനെയായിരിക്കണം? √2നേക്കാളും ഗ്രേറ്ററും √3നേക്കാളും ലെസ്സറും ആയിരിക്കണം. ഓക്കെ, അതായത് √2ൻ്റെയും √3യുടെയും ഇടയിൽ വരണം അല്ലേ. അതായത് √2ൻ്റെയും √3യുടെയും ഇടയിൽ വരുന്ന ഒരു 3 ഫ്രാക്ഷൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫ്രാക്ഷൻസ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമുക്ക് ഈ √2ൻ്റെ വാല്യൂ എത്രയായിരുന്നു? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അത് ബൈ ഹാർട്ട് ചെയ്യണം അല്ലേ. അതായത് 1.414 ആണ് √2ൻ്റെ വാല്യൂ. ഇനി അടുത്തത് √3യുടെ വാല്യൂ 1.732 ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് ഇടയിൽ വരുന്ന 3 വാല്യൂസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനെ ഫ്രാക്ഷനാക്കി മാറ്റിയാൽ പോരെ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വരുന്ന 3 ഡെസിമൽ നമ്പേഴ്സ് നമുക്ക് നോക്കാം. ഇത് 1.4 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ ഇവിടെ 1.414 ആണ് √2ൻ്റെ വാല്യൂ. അപ്പോൾ അടുത്തത് എനിക്കൊരു 1.5 എന്ന വാല്യൂ നമുക്ക് എടുത്തൂടെ. അടുത്തതോ 1.6 എടുക്കാം. അടുത്തത് 1.7 എടുക്കാം. അടുത്തത് √3യുടെ വാല്യൂ ആണ് 1.732. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 3 നമുക്ക് ഇടയിൽ വരുന്ന ഡെസിമൽസ് കിട്ടി. ഓക്കെ, ഇതാണ് നമ്മുടെ √2ൻ്റെ വാല്യൂ 1.414. ഇതാണ് √3യുടെ വാല്യൂ 1.732. അപ്പോൾ നോക്കൂ, 1.4 കഴിഞ്ഞിട്ടാണ് 1.5 വരിക, അത് കഴിഞ്ഞിട്ട് 1.6, അത് കഴിഞ്ഞ് 1.7, അത് കഴിഞ്ഞിട്ടാണ് 1.732 അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ഈ 3 ഡെസിമൽസും വരുന്നത്. ഇനി ഈ ഡെസിമൽസിനെ നമുക്ക് എന്താക്കണം? ഫ്രാക്ഷൻ ആക്കണം. കാരണം നമ്മളോട് ഡെസിമൽ അല്ല ചോദിച്ചിരിക്കുന്നത്, 3 ഫ്രാക്ഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 1.5നെ ഫ്രാക്ഷൻ ആക്കാനായിട്ട് ഇൻറ്റു 10ഉം ബൈ 10ഉം ചെയ്തൂടെ. ഇൻറ്റു 10 ചെയ്യുമ്പോൾ എന്തായി മാറും? 15 എന്ന നമ്പർ ആവും അല്ലേ. ബൈ ഈ 10 അതുപോലെ തന്നെ ഈ ഡെസിമൽ കളയാൻ വേണ്ടിയിട്ടാണ് ഇൻറ്റു 10 ചെയ്യുന്നത്. അപ്പോൾ മുകളിൽ ഇൻറ്റു 10 ചെയ്യുകയാണെങ്കിൽ നമ്മൾ അടിയിലും ബൈ 10 ചെയ്യണം അല്ലേ, അല്ലെങ്കിൽ നമ്മൾ നമ്പർ ചേഞ്ച് ആവും. അപ്പോൾ നമ്മൾ മുകളിൽ ഇൻറ്റു 10 ചെയ്യുക, അടിയിലും ഡിവിഷനും 10 കൊണ്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 15/10 എന്ന് കിട്ടും. ഇതിനെ നമുക്ക് ചെറുതാക്കി എഴുതാം അല്ലേ. രണ്ടും 5ൻ്റെ ടേബിളിലുണ്ട്. അപ്പോൾ നമുക്കിതിനെ 3/2 എന്ന് എഴുതാം
ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഫ്രാക്ഷൻ. അടുത്തത് 1.6 ഇതുപോലെ തന്നെ ചെയ്യാം. ഇൻറ്റു 10ഉം ചെയ്യാം, ഡിവൈഡഡ് ബൈ 10ഉം ചെയ്യാം. അപ്പോൾ ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ അത് 16 ആവും ബൈ 10 അല്ലേ. ഇനി ഇത് രണ്ടും എന്താണ്, 2ൻ്റെ ടേബിളിലുണ്ട്. അപ്പോൾ 2ൻ്റെ ടേബിളിൽ ഇത് എത്ര വട്ടാണ്, 8. ഇതോ 5. അപ്പോൾ 8/5. ഇനി ചെറുതാക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് അടുത്ത ഫ്രാക്ഷൻ. ഇനി തേർഡ് ഫ്രാക്ഷൻ 1.7. അതിനെ നമ്മൾ ഇൻറ്റു 10 ചെയ്യുക, ബൈ 10 ചെയ്യുക. അപ്പോൾ ഇൻറ്റു 10 ചെയ്യുമ്പോൾ 1.7 എന്താവും, 17/10. ഇതിൽ കോമൺ ആയിട്ട് പോകുന്ന നമ്പേഴ്സ് ഒന്നുമില്ല. സോ 17/10 തന്നെ ഫ്രാക്ഷനാക്കി എഴുതാം. അപ്പോൾ നമുക്ക് √2ൻ്റെയും അതുപോലെ √3യുടെയും ഇടയിൽ വരുന്ന 3 ഫ്രാക്ഷൻസാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയ 3/2, 8/5, 17/10. ഓക്കെ, 3/2 ഒരു ഫ്രാക്ഷൻ, 8/5, 17/10. ഇതാണ് 3 ഫ്രാക്ഷൻസ് നമുക്ക് കിട്ടാം. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂസ് എഴുതി അതിനിടയിൽ വരുന്ന ഡെസിമൽസ് എഴുതിയിട്ട് അതിനെ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, അല്ലാതെ നമുക്ക് വേറെ മെത്തേഡ്സ് ഒന്നും നമുക്ക് ഇതിൻ്റെ ഇടയിലുള്ള വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് ഇല്ല. അത് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ 1.4ൻ്റെയും 1.73ൻ്റെയും ഒക്കെ ഇടയിൽ വരുന്നതാണല്ലോ ഈ 1.5, 1.6, 1.7 വരെ. ഇത് 1.73 ആണ്. അപ്പോൾ എന്തായാലും ഈ 1.7 ഇതിന് താഴെയാണ് വരിക. അതുപോലെ ഇത് 1.4. അപ്പോൾ ഈ 1.5 എന്ന് പറയുമ്പോൾ അതിന് മുകളിലാണ്. അപ്പോൾ ഈ 3 വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനിതുപോലെ ഇൻറ്റു 10 ചെയ്യുക, ബൈ 10 ചെയ്യുക. അപ്പോൾ അതിനെ നമുക്ക് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് ഇങ്ങനെ 3 ഫ്രാക്ഷൻസ് കിട്ടും.